ഇന്ന് സാമ്പാർ ചീരയും പരിപ്പും വെച്ച് നല്ലൊരു ഒഴിച്ചുകറിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ 150 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിലൊന്നും ഇടണ്ട, പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പരിപ്പാണ്. ഇതൊന്ന് വേവിച്ചെടുക്കണം, കുറച്ച് ഉപ്പ് ചേർത്ത്. ഈ ചീര ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കണം. സാമ്പാർ ചീരയാണിത്. ഇത് രണ്ടും റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ഞാനൊരു 10 ചെറിയ ഉള്ളി, 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് എടുത്താൽ മതി. അത് ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 6 വെളുത്തുള്ളി ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇതെല്ലാം ഒന്ന് വാടി വന്നാൽ മതി, മൂത്ത് വരേണ്ട ആവശ്യമില്ല. കറിവേപ്പില ഞാൻ ഈ കറിക്ക് ചേർക്കുന്നില്ല. ഇത് നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ചുവയൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സാമ്പാർ ചീര ഇല്ലെങ്കിൽ സാദാ ചീര ചേർത്തും ഇത് തയ്യാറാക്കിയെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം. പരിപ്പ് കറിയിൽ ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. ഈ ചീര ഒരുപാട് അങ്ങ് വെന്ത് പോകുന്നു വേണ്ട കേട്ടോ. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രത്തിൽ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് പാകത്തിന് വെള്ളമാക്കി കൊടുക്കണം. എന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ആ പച്ചമുളകും ചെറിയ ഉള്ളിയും ഒക്കെ ഒന്ന് തിളച്ച് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അതിൽ നല്ലപോലെ വരട്ടെ. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി കറിയാട്ടോ അത്, തേങ്ങയൊന്നും അരക്കാത്ത. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ അത് കഴിക്കാം. ഇതായിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.